ഓക്കെ, അപ്പം നമ്മളെന്താണ് ഈ പറഞ്ഞ +2 മാത്തമാറ്റിക്സിലെ കാൽക്കുലസിൻ്റെ തുടക്കം വരും. നമ്മൾ ഇൻ്റഗ്രൽസിലും മറ്റേ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇങ്ങനെ അത് രണ്ട് പാടും കഴിഞ്ഞ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ഇവരുടെ അച്ചാച്ചനായിട്ടുള്ള പാഠത്തിലേക്ക് വരാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമുക്ക് സർ ഐസക് ന്യൂട്ടൺ സലാം, ലാൽ സലാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതിൽ വരാൻ സാധ്യതയില്ല NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 110 എക്സാമ്പിൾ 11 ചെയ്യുക, അത് എക്സാമിന് വരൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാവുമല്ലോ, ഡിഫറൻഷ്യബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. പേജ് നമ്പർ 123 എക്സാമ്പിൾ 22 എക്സാമ്പിൾ 23 ചെയ്യുക, അത് എക്സാമിന് വരൂ. ഇതിൽ കുറേ സംഭവമുണ്ട്. ലോഗാരിതമിക് ഡിഫറൻസിയേഷൻ, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, എക്സ്പോണൻഷ്യൽ ഡിഫറൻസിയേഷൻ, കുറേ ഡിഫറൻസിയേഷൻസ് ഉണ്ട്. ലോഗാരിതമിക് അപ്പോൾ ഈ പേജ് നമ്പർ 131 എക്സാമ്പിൾ 27 എക്സാമ്പിൾ 20 ഇതൊക്കെ ആക്ച്വലി ലോഗാരിതമിക് ഡിഫറൻസിയേഷനിൽ വരുന്നത്. കുറച്ച് കഷ്ടമാണ് ഇതിലും ചെയ്യാൻ. അപ്പോൾ അടുത്തത് പേജ് നമ്പർ 132 എക്സാമ്പിൾ 29 എക്സാമ്പിൾ 30 ചെയ്യുക, എക്സാമിന് ഒരു അത്യാവശ്യം വലിയ ചാപ്റ്ററാണല്ലോ. പിന്നെ പാരാമെട്രിക് ഫോം ഉണ്ട്, അതിലും ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. പേജ് നമ്പർ 136 എക്സാമ്പിൾ 34 ചെയ്യുക, ഒരു പാരാമെട്രിക് ഫോമിൻ്റെ ക്വസ്റ്റൻ അത്. പിന്നെ പേജ് നമ്പർ 130 എക്സാമ്പിൾ 35 എക്സാമ്പിൾ 36 എക്സാമ്പിൾ 37 ചെയ്യുക. പിന്നെ പേജ് നമ്പർ 139 എക്സാമ്പിൾ 38 ചെയ്യുക, അതും എക്സാമിന് വരും. കഴിഞ്ഞ് നോക്കുക എത്ര ക്വസ്റ്റൻസ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എക്സാമ്പിളായിട്ട് പഠിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും ഇനി വരാൻ സാധ്യതയിൽ NCERT എക്സസൈസ് ക്വസ്റ്റൻസ് നോക്കാം. ഞാൻ ഇങ്ങനെ കൊണ്ടൊരു 12 വളരെ ലെവൽ കൂടിയ ഈ പാഠം മൊത്തം റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ 12 ക്വാളിറ്റി പ്രോബ്ലംസ് ഇങ്ങനെ കൊണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് പറ്റുമെങ്കിൽ ഞാനൊരു 4 ക്വസ്റ്റൻ ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറേ ക്വസ്റ്റൻസ് ഇതുപോലത്തെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയിട്ടെന്നല്ല, പക്ഷേങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ കുറച്ചൊന്ന് വിഷമിപ്പിക്കുന്ന ഒരു ക്വസ്റ്റൻ ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k so that the function is continuous at the indicated point. ഈ x = ഇവിടെ π/2 എന്നെല്ലാം പറയുന്നുണ്ട്. π/2 ആണ് നമ്മൾ പറയുന്ന പോയിന്റ്. അപ്പോൾ f(x) = k cos x / π - 2x. ഈ kൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് x not equal to π/2. ഇനി x π/2 ആണെങ്കിലോ 3 ആണ് നമ്മളെ വാല്യൂ. ഇത് വെച്ചിട്ട് kൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ആക്ച്വലി ഇവിടെ π/2 ഇട്ടല്ലേ കുഴപ്പം π/2 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 × π/2 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ. ഇവന് ഇവിടെ π ഉണ്ട്, അപ്പോൾ π - π എന്ന് വരും. അപ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ അത് ഇടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ആക്ച്വലി അവിടെ π/2 വരാത്തത്. ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. LHL ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ്, ഇതാണല്ലോ നമ്മളെ LHL കാണിക്കുന്നത്. f(x) ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ്. ഈ മൈനസിനെ കൊണ്ട് അതായത് -π/2 എന്നുള്ള അർത്ഥമൊന്നുമില്ല. അത് ആക്ച്വലി ലെഫ്റ്റിൽ നിന്ന് വരുന്ന ഫംഗ്ഷനാണെന്ന് കാണിക്കേണ്ടിയിട്ട് മാത്രമാണ് മൈനസ് സൈന്. പ്ലസ് സൈൻ എന്ന് പറയുന്ന റൈറ്റിൽ നിന്ന് വരുന്ന ഫംഗ്ഷന് ഈ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം. x ടെൻഡിങ് ടു π/2 k cos x π - 2x. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഓക്കെ. ആക്ച്വലി ഇവിടെ ഞാൻ ഒരു എൻട്രൻസിനൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ പറഞ്ഞ അത് ഇവിടെ വർക്കാവും എനിക്ക് തോന്നുന്നത് എങ്ങനെയൊന്നും കാൽക്കുലേഷൻ ചെയ്യാണ്ട് ഒരു എൻട്രൻസ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ആക്ച്വലി തന്നെ പറയാം എൽ ഹോസ്പിറ്റൽ റൂൾ ലോപ്പിത്താൾ റൂൾ എന്ന് വെച്ചാൽ എൽ ഹോസ്പിറ്റൽ റൂൾ എന്നാണ് വിളിക്കൽ. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കുന്ന റൂളൊന്നുമല്ല. പക്ഷേ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ്, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ്. ഇവിടെ നിങ്ങളെ കോഷൻ റൂൾ ഉപയോഗിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ്. അപ്പോൾ k cos x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ k × k കോൺസ്റ്റൻ്റ് ആണല്ലോ. പിന്നെ cos x ഡെറിവേറ്റീവ് -sin x ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഇനി ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് π എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 മൈനസ് 2 × x ഡെറിവേറ്റീവ് അതായത് dx/dx വരും. അപ്പോൾ അത് 1 വരും. അപ്പോൾ 0 - 2. അപ്പോൾ വരും ഇത് -k sin x ഡിവൈഡഡ് ബൈ 0 - 2 -2. അപ്പോൾ അത് x not equal π/2 വരുന്ന സ്ഥിതിയിൽ. അപ്പോൾ ഇനി x = π/2 3. അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? LHS = RHS ആവണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. LHS = RHS ആകുന്ന സമയത്ത് അപ്പോൾ RHS എന്ന് പറയുന്നത് അപ്പോൾ RHL ആണല്ലോ. RHL എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു പറയുന്ന ഫംഗ്ഷന് അതായത് ഈ -k അതായത് ലിമിറ്റ് x ടെൻസ് ടു π/2 ഈ പറഞ്ഞ -k sin x ഡിവൈഡഡ് ബൈ -2. അതായത് ഈ -2ഉം മൈനസും ഇവിടെ -2 പിന്നെ അടുത്തൊരു മൈനസും കൂടി ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെ ഒരു 2 ബാക്കിയുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ RHL ആയിട്ടില്ല, ഈ 3 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഇട്ട് കൊടുക്കുക, അതിന് ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് x π/2 ഇട്ട് കൊടുക്കുന്നത് സംഭവിക്കും. നിങ്ങൾ നോക്കി നോക്കുക. എക്സിന് π/2 എടുക്കുമ്പോൾ k × sin π/2 ഡിവൈഡഡ് ബൈ 2. ഇത് ആക്ച്വലി ഞാൻ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ sin π/2 sin 90 ഡിഗ്രി എത്ര 1. അപ്പോൾ ഇത് k/2 = 1 കിട്ടി. അപ്പോൾ ഹെൻസ് k = ഈ 2-ന് അപ്പുറത്തേക്ക് പറഞ്ഞ 2 × 3
ഈക്വൽ ടു 6. ഇതാ കെ ഈക്വൽ ടു 6. ആക്ച്വലി ഇത് ഇവിടെ എന്താണ് ഇവരിങ്ങനെ ഒരു മെത്തേഡ് വെച്ചിട്ട്, അതായത് ചേഞ്ചിങ് ദ ലിമിറ്റ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഒരു എൻട്രൻസിൻ്റെ മെത്തേഡ് നിങ്ങൾ എന്താണ് പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതും പഠിക്കാവുന്നതാണ്. നമുക്ക് എളുപ്പമായിട്ട് ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നമ്മൾ ട്രിഗ്നോമെട്രി ആയിട്ട് റിലേറ്റഡ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെങ്കിൽ എന്താ പ്രത്യേകത, ട്രിഗ്നോമെട്രി അതായത് +1ത്തും +2 ഈ ട്രിഗ്നോമെട്രി സെക്ഷൻ നന്നായിട്ട് അറിയണം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ ഇൻ്റഗ്രൽസിൽ എങ്ങനെയാണോ നിങ്ങൾ ആ ട്രിഗ്നോമെട്രി അറിയാണ്ട് ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ ബുദ്ധിമുട്ടിയത്, അതേ പ്രശ്നം ഇവിടെയും കയറി വരും. ഇവിടെയും ടാൻ ഇൻവേഴ്സ് ഉണ്ട്, 3x, ഇതെല്ലാം ആക്ച്വലി നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങളൊരു സ്റ്റെപ്പിൽ നിർത്തൂ, ആ സ്റ്റെപ്പിൽ നിങ്ങൾ ഇതിനിപ്പോൾ നിങ്ങൾ സിംപ്ലസ് ഫോമിലേക്കാക്കി മാറ്റുമല്ലോ, എന്നിട്ട് ലാസ്റ്റ് ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ ആക്ച്വലി നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ഈ ക്വസ്റ്റിൻ്റെ പണി. അപ്പോൾ എന്താ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ചെയ്ത് ലാസ്റ്റ് ഒരു ആൻസറിലേക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് എത്തും. അതിൻ്റെ എന്ത് ചെയ്യുക, dy/dx എടുക്കും. അതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ക്വസ്റ്റൻസ് എൻ്റെ ലെവൽ വരുന്നതെന്നില്ല. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി പഠിച്ച് അത് വെച്ചിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടാൻ ഇൻവേഴ്സ് 3x - x³ / 1 - 3x². എന്ത് ചെയ്യുക, നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ചെയ്ത പോലെ x = tan θ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ എന്തെല്ലാം സംഭവിക്കുക, y = tan ഇൻവേഴ്സ് ഈ പറഞ്ഞ 3x പകരം 3 tan θ - x³ പകരം tan³ θ / 1 - 3x² പകരം 3 tan² θ. ആക്ച്വലി ഇത് tan 3θ ഫോർമുല. tan 3θ = 3 tan θ - tan³ θ / 1 - tan² θ. അപ്പോൾ ഈ ഫോർമാറ്റ് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ x = tan θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ y = എന്താ, ഈ കംപ്ലീറ്റ് സാധനം എന്തായി മാറി, നമ്മളെ ഈ കംപ്ലീറ്റ് സാധനം tan 3θ ആയിട്ട് പറയും. ഇപ്പോൾ tan ഇൻവേഴ്സും ടാനും കൂടി ക്യാൻസൽ ആയി പോയി. y = 3θ. ആക്ച്വലി നമ്മൾ x = tan θ അല്ല, അപ്പോൾ θ = tan ഇൻവേഴ്സ് x. അപ്പോൾ എന്താ 3 × θ പകരം tan ഇൻവേഴ്സ് x. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുക, dy/dx എടുക്കുക. അപ്പോൾ 3 എന്തെങ്കിലും കോൺസ്റ്റൻറ്റ്, അപ്പോൾ എന്താണ് dy/dx of tan ഇൻവേഴ്സ് x നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് നമ്മളെ dy/dx of tan ഇൻവേഴ്സ് x എത്രയാണ്, നമ്മൾ ഇതിൻ്റെ ഫോർമുലാസിൽ പഠിക്കുന്നൊരു കാര്യമാണ്. അത് ദാറ്റ് ഈസ് 1/1 + x². ആക്ച്വലി ഈ 1/1 + x² ഇൻ്റഗ്രലാണ് ആക്ച്വലി ടാൻ ഇൻവേഴ്സ് x. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താ ഡെറിവേറ്റീവിന് ഇൻവേഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഇൻ്റഗ്രലിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 1/1 + x² കിട്ടി. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തപ്പോൾ ടാൻ ഇൻവേഴ്സ് x കിട്ടി. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 3 × 1/1 + x² എന്ന് പറയുമ്പോൾ 3/1 + x². ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്കിനി ട്രിഗ്നോമെട്രി തന്നെ വളരെ എളുപ്പത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിൽ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ പിന്നെ എന്താണ് ഇതിൽ കുറച്ച് ഒരു എല്ലാത്തിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്ന അതിലൊരു എസൻസ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തില്ല. കാരണം ഇതിലല്ല എല്ലാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയമില്ല, അത് നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടതിന് ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ഈ പാഠം മൊത്തം കംപ്ലീറ്റ് റിവൈസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ആക്ച്വലി വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ചറിവ് ഒരു ബോധം ഇല്ലാണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. y = cos ഇൻവേഴ്സ് 2x / 1 + x², -1 <x, 1 <1. വീണ്ടും ഇവിടെ എന്ത് ചെയ്യുക, x = tan θ, വീണ്ടും ആ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് നമുക്ക് θ = tan ഇൻവേഴ്സ് x. ഇത് ലാസ്റ്റിലാണ് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യം, ഇതിപ്പോൾ ഇവിടെ ആവശ്യമില്ല നമുക്ക്. പക്ഷേങ്കിൽ തൽക്കാലത്ത് കണ്ടുപിടിച്ച് വെച്ചതിന് നന്ദി. ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അവരോട് ഞാൻ താങ്ക്സ് പറയാണ്. y = cos ഇൻവേഴ്സ് 2 × x പകരം tan θ / 1 + tan² θ. ഇത് ആക്ച്വലി ഏതിൻ്റെ ഫോർമുലയാണ്, sin 2θ ഫോർമുല. അപ്പോൾ 2 tan θ / 1 + tan² θ. ഇത് ഏതിൻ്റെ ഫോർമുലയാണ്, sin 2θ. അപ്പോൾ ഈ കംപ്ലീറ്റ് സാധനത്തിന് പകരം cos ഇൻവേഴ്സ് sin 2θ എന്ന് പറഞ്ഞിട്ട് എഴുതുക. പക്ഷേ ഇവിടെ കോസ് മൂട് സൈൻ ആണല്ലോ ഉള്ളത്. ഇത് കോസിൻ്റെ ടേംസിലാക്കി മാത്രമല്ല കോസ് ഇൻവേഴ്സ് കട്ടായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ sin 2θ = cos of π/2 - 2θ. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ π/2 - 2θ എന്ന് പറയുമ്പോൾ എന്തായാലും ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരിക, ഫസ്റ്റ് ഇതിലായിരിക്കും വരിക. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ π/2 മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൈനിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ആയിട്ടുള്ള കോസ് വരും. അപ്പോൾ എന്താ, അപ്പോൾ ഈ പറഞ്ഞ എന്ത് ചെയ്താൽ മതി, sin 2θ വരും cos of π/2 - θ. അപ്പോൾ ഈ കോസും കോസ് ഇൻവേഴ്സും ക്യാൻസലായി. അപ്പോൾ എന്ത് വന്ന് π/2 - 2θ. θക്ക് പകരം നമ്മൾ എന്താ കൊടുക്കണം, tan ഇൻവേഴ്സ് x എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ y = π/2 - 2 × θക്ക് പകരം tan ഇൻവേഴ്സ് x. ഇനി എന്ത് ചെയ്യുക, ഇനി ഇത് എളുപ്പത്തിലായ സ്ഥിതിക്ക് ഇനി ഇതിനെ dy/dx എടുക്കുക, ഡെറിവേറ്റീവ് എടുക്കുക. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യാലോ, π/2 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 മൊട്ട മൈനസ് 2 × tan 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്. അപ്പോൾ dy/dx of tan ഇൻവേഴ്സ് x എത്രയാണ്, നമ്മൾ വീണ്ടും കണ്ടായിരുന്നു 1/1 + x². അപ്പോൾ 2/2 + x². അപ്പോൾ 2 × 1/1 + x². അപ്പോൾ എന്താ 2/1 + x². അപ്പോൾ 0 മൈനസ് ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ മൈനസ് നെഗറ്റീവ് ആയി പോകും, -2/1 + x². ഇതാണ് dy/dxൻ്റെ വാല്യൂ. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ മര്യാദക്ക് പ്രാക്ടീസ് ചെയ്യാന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് കൊടുക്കണം എന്നുള്ളത്, എക്സിന് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എന്നതുപോലെ ഇരിക്കും നിങ്ങളുടെ ആൻസറിൻ്റെ ആ ഫുൾ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കുക. എന്നാലും ലെവലിൽ കൂടി ക്വസ്റ്റ്യൻ പോലുണ്ട്. റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. വാ, നല്ല ഗംഭീര പെർഫോമൻസ് ആണല്ലോ. റൂട്ടിനുള്ളിൽ പിന്നെ ഇ, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ റൂട്ട് എക്സ്. ഇതെന്ത് ഫോർമാറ്റ് ചെയ്ത് റൂട്ടിനുള്ളിൽ റൂട്ട്, ഇതിൽ ഇങ്ങനെ ചെയ്യുക. ഇതാ റൈറ്റ് റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് എസ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഹോൾ റൈസ് ടു 1/2. കേട്ടോ, അതായത് ഈ പുറത്ത് കാണുന്ന റൂട്ടിൽ അതിൻ്റെ പകരം എന്താ, ഇതിപ്പോൾ ഇ റൈസ് ടു റൂട്ട് എക്സ് ഉണ്ട്, അതിൻ്റെ മുകളിലെ റൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ 1/2 പവറായിട്ട് എഴുതാം. കാരണം ഇതിൻ്റെ പവർ 1/2 പവർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ട് വരില്ല. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യുക, നമ്മൾ പവർ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ d/dx ഇൻറ്റു ഇതിന് d/dx എന്ന് പറയുമ്പോൾ പവർ റൂൾ, അതായത് d/dx ഓഫ് എക്സ് റൈസ് ടു n ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n-1. അപ്പോൾ എന്താ, ഈ 1/2 താഴെ വന്നാൽ 1/2 ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ് എന്താണ്, അല്ല ഇ റൈസ് ടു റൂട്ട് എക്സ് റൈസ് ടു 1/2 -1 n-1 ആണല്ലോ. അപ്പോൾ എന്താ, പിന്നെ ഇൻറ്റു എന്താണ് d/dx ഓഫ് ഇ റൈസ് ടു റൂട്ട്. ഇതെന്തിനാണ് ചെയ്തത്, ദിസ് ഇസ് ആക്ച്വലി കോൾഡ് ചെയിൻ റൂൾ. കാരണം എന്താ, ഇവിടെ ആക്ച്വലി ഒരു ഫംഗ്ഷൻ മാത്രമല്ല, ഇത് ഒരു ഫംഗ്ഷൻ, അതായത് റൂട്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, റൂട്ട് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. പക്ഷേ റൂട്ട് എക്സിനുള്ളിൽ ഇ റൈസ് ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ വരുന്നത് നമ്മൾ എന്തോ ഉപയോഗിക്കുന്നത്, ചെയിൻ റൂൾ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ പിന്നെ എന്താ, ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക, ഞാൻ പഠിച്ച സാർ ഇങ്ങനെ കാണിച്ചു തരാൻ വെച്ചാൽ നമ്മളൊരു ആരോ വരയ്ക്കുക. ആരോയിൽ ആദ്യം തൊടുന്ന ആരോ തൊടുന്ന റൂട്ടിന്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത്, അപ്പോൾ 1/2 ഇൻറ്റു റൂട്ട് ഇ റൈസ് ടു റൂട്ട് എക്സ് 1/2 -1 അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത്. പിന്നെയും നമ്മൾ ഉള്ളോട്ടേക്ക് വന്ന് അന്നേരം എന്തുണ്ട്, ഇ റൈസ് ടു റൂട്ട് എക്സിനെ കണ്ട് ഇനി അതിന് ഡെറിവേറ്റീവ്. അപ്പോൾ d/dx ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ്. അപ്പോൾ നിങ്ങളുടെ ചെയിൻ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ആരോ ഇങ്ങനെ വരച്ചിട്ട് ആദ്യം തൊടുന്നത് അയാളുടെ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെയും മുന്നോട്ട് പോകുക, പിന്നെ ഒരാളെ കാണുക, അയാളുടെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോകും. ചിലപ്പോൾ മൂന്ന് ഫംഗ്ഷനിലുണ്ട്. അപ്പോൾ പിന്നെയും മൂന്നാമത്തെ പോകുമ്പോൾ വേറൊരാളെ തട്ടു, അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ്. അങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ ചെയിൻ റൂൾ ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, കുറച്ചും കൂടി എളുപ്പം അങ്ങനെയാണ്. 1/2 ഇൻറ്റു ഇ റൈസ് ടു, അതായത് അരയെന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് അര. അപ്പോൾ എന്താ, ഇ റൈസ് ടു റൂട്ട് എക്സ് ഹോൾ റൈസ് ടു -1/2 ഇൻറ്റു ഈ പറഞ്ഞ ഇവിടെ ആക്ച്വലി ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇ റൈസ് ടു, അതായത് ഇ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. പക്ഷേ ഇ റൈസ് ടു റൂട്ട് എക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആരോ പോകുന്ന സമയത്ത് ഈനെ കണ്ട്, അപ്പോൾ ഇ റൈസ് ടു എക്സ് എന്നാകുമ്പോൾ എന്തായാലും അത് ഇ റൈസ് ടു എന്താണ് എക്സ് അല്ല, പക്ഷേ ഇവിടെ റൂട്ട് എക്സ് ഉണ്ട്. കാരണം എക്സിന് സമാനത്ത് റൂട്ട് എക്സ് ആണ്. പക്ഷേ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി തൊട്ടപ്പോൾ ഈ റൂട്ട് എക്സിനെ തൊട്ട്, അപ്പോൾ റൂട്ട് എക്സിനെ തൊട്ടുകൊണ്ട് തന്നെ ഇനി റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതാണ് ആക്ച്വലി ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ dy/dx = 1/2 ഇ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ, അതായത് ഇവിടെ ഇ റൈസ് ടു റൂട്ട് എക്സ്, പിന്നെന്താ ഇ റൈസ് ടു റൂട്ട് എക്സ് അതിൻ്റെ എന്തുണ്ട് സ്ക്വയർ റൂട്ട് ഉണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്, ഈ -1/2 പവർ വരും. അതായത് ഇപ്പോൾ ഒരു എക്സ് റൈസ് ടു -1/2 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ എന്താണ്, ഇപ്പോൾ എക്സ് റൈസ് ടു 1/2 ആണ്. മൈനസ് പവർ നമ്മൾ ആക്ച്വലി റെസിപ്രോക്കലായിട്ടാണല്ലേ ഇത്, താഴെയാണ് ഡിനോമിനേറ്ററാണല്ലേ എഴുതുക. അപ്പോൾ എക്സ് റൈസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് എക്സ്, അപ്പോൾ 1/√x ആണ് ഈ ആക്ച്വലി എക്സ് റൈസ് ടു -1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ താഴെ പറഞ്ഞ ഇതിപ്പോൾ ഇ റൈസ് ടു റൂട്ട് എക്സ് ഉണ്ട്, അതിൻ്റെ -1/2. അപ്പോൾ എന്തായിരിക്കും, ഇതിപ്പോൾ ഇ റൈസ് ടു -1/2 അല്ല ഇ റൈസ് ടു റൂട്ട് എക്സ് ഹോൾ റൈസ് ടു -1/2 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു റൂട്ട് എക്സ് ഹോൾ റൈസ് ടു 1/2. അപ്പോൾ 1 ഡിവൈഡ് ബൈ ഇതിൻ്റെ എന്താണ് 1/2 പവർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. അതാണ് ആക്ച്വലി എഴുതിയത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 1/2 ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ്, ഇ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു, എടോ നമ്മൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുന്ന 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഈ 1/2ഉം 1/2 കൂടി ചേർത്തിട്ട് 1/4 ആയി മാറി. പിന്നെ എന്തുണ്ട്, ഇ റൈസ് ടു റൂട്ട് എക്സ്, പിന്നെ ഇവിടെ റൂട്ട് എക്സ് ഉണ്ട്, പിന്നെ ഇ റൈസ് ടു റൂട്ട് ഹോൾ റൈസ് ടു റൂട്ട് എക്സ് ഉണ്ട്. അല്ല, അപ്പോൾ ഞാൻ പറയാൻ തന്നെ വല്ലതും തെറ്റിപ്പോകേണ്ടതെന്നായിരിക്കും. അപ്പോൾ ഇനി എന്താ ഇവർ ചെയ്തത്, അതായത് ഇവിടെ ഈ സ്റ്റെപ്പിൽ വേണമെങ്കിൽ നിങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ എന്താ ഈ റൂട്ട് എക്സിന് ഉള്ളിൽ കയറ്റം എങ്ങനെയാണ് ഇപ്പോൾ, അതായത് റൂട്ട് 1 ഇൻറ്റു റൂട്ട് 6 വേണമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 6 വേണമെങ്കിൽ നിങ്ങൾക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 6, അതായത് ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല റൂട്ടുകൾ, അല്ലെ ഡിവിഷൻ ഇല്ല റൂട്ടുകൾ നിങ്ങൾ ഒന്നിക്കൽ ഉള്ളിൽ കയറ്റാം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല സാധനത്തിന് അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ റൂട്ട് 4 ഡിവൈഡ് ബൈ റൂട്ട് 8 അല്ലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ ആയിട്ട് റൂട്ട് എടുത്തിട്ട് 4/8 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഇ റൈസ് ടു എക്സിന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു റൂട്ട് എടുത്തിട്ട് എക്സ് ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എങ്ങനെയാണ്, ഇ റൈസ് ടു റൂട്ട് എക്സ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ്. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ചെയിൻ അത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞാൻ പറയാൻ നല്ലതില്ല. എന്താണ് ചെയിൻ റൂൾ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റൻ ആക്ച്വലി ചെയ്യേണ്ടത്. കുറച്ച് പണിയുണ്ട്, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും.